നമസ്കാരം, വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്നൊരു എഗ് കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന്. മുട്ടക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4ഉം ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. 3 വറ്റൽമുളക്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഈ കറിയിൽ തൈര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളി കുറഞ്ഞ തൈര് അല്ലെങ്കിൽ പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതാണ്ട് ഒരു 1/4 കപ്പ് തൈരുണ്ട്. ഇനി ബാക്കിയുള്ളത് കുറച്ച് പൗഡേഴ്സാണ്, കുറച്ച് പൊടികളും 1-2 ഇൻഗ്രീഡിയൻസും. അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നോക്കാം എന്തൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് തവയിൽ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം. സവാള നീളത്തിൽ അരിയുന്നതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം. അതിനുശേഷം ഈ അരപ്പ് ഇതേപോലെ വഴറ്റി കൊടുത്താൽ മതിയാകും. എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് പൊടികളുടെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ റോ സ്മെല്ല് മാറി മൂത്ത് വരുമ്പം കറിയിൽ നിന്ന് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ആ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തൈര് ചേർത്തിട്ട്, തൈര് അടിച്ചു വെച്ച തൈരാണ്, ആ തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മാത്രമല്ല ഫ്ലെയിം ലോ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ കറിയിൽ തക്കാളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് തക്കാളി ചേർക്കണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ തൈരിൻ്റെ അളവ് കുറയ്ക്കണം. 2-3 ടേബിൾ സ്പൂൺ തൈര് എടുത്താൽ മതിയാവും. ഇപ്പോൾ കറിയിൽ തിള വന്നിട്ട് എണ്ണയൊക്കെ തെളിയുന്നത് കാണാം. ഈ സമയത്ത് മുട്ടക്കറിയിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. മുട്ടക്കറിയിലൊക്കെ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അധികം ഒന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കൂടെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഞാനൊരു കപ്പോളം വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, കാണുന്നില്ലേ? ഈ സമയത്ത് മുട്ട കഷ്ണങ്ങൾ കറിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1-2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഓയിലൊക്കെ സൈഡിൽ, കറിയുടെ സൈഡിലേക്ക് ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കാണുന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ. ലാസ്റ്റായിട്ട് വേറെയൊന്നുമല്ല, ഇഷ്ടംപോലെ മല്ലിയില വിതറി കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, കറി റെഡി. അങ്ങനെ ഈസി ടേസ്റ്റി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുട്ട തൈര് കറിയെന്നോ മുട്ടക്കറിയെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കണം. ഇഷ്ടമായില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്